അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റസിയാസ് റസോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ്, ടൊമാറ്റോ ചിക്കൻ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. പൊറോട്ട, ചപ്പാത്തി, പിന്നെ റൊട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ടൊമാറ്റോ ചിക്കന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഞാൻ 3/4 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. ഞാൻ 2 ഉള്ളി സ്ക്വയറായി മുറിച്ചെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം സ്ക്വയറായി മുറിച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞ് മുഴുവനോടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഉള്ളി, ഒരു വലിയ ക്യാപ്സിക്കം, ഒരു 10-15 പീസ് വെളുത്തുള്ളി അല്ലികൾ, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി മുറിച്ചത്, ഇത്രയുമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് തക്കാളി, ടൊമാറ്റോ പേസ്റ്റ് വേണം. ഇത് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്കിത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഈ ടൊമാറ്റോ പേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയുടെ കൂടെ, അത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര്, പുളിയില്ലാത്ത നല്ല കട്ട തൈര് വേണം. മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനത്ര പുളിയൊന്നുമില്ല. അപ്പോൾ ഇത് ഇത്രയും 1 കപ്പ്. പിന്നെ വേണ്ടത് മല്ലിയില വേണം, കറിവേപ്പില വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ടൊമാറ്റോ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ചിക്കനിൽ മസാല പുരട്ടി വെക്കാം. അങ്ങനെ ഒരുപാട് മസാലയൊന്നുമില്ല. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ നമുക്ക് ഇതിന് എരിവിന് വേണ്ടി ഞാൻ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളക് അരച്ചിട്ടാണ് ഞാനിതിൽ ചേർക്കുന്നത്. ഒരു 3-4 ടീസ്പൂൺ പച്ചമുളക് അരച്ചത് ചേർക്കുന്നുണ്ട്. എരിവിന് പച്ചമുളക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ടൊരു 4 ടീസ്പൂണെങ്കിലും പച്ചമുളക് അരച്ചത് ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്കിത് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് എണ്ണയിൽ ചേർത്ത് പൊരിച്ചെടുക്കാം. നന്നായിട്ട് അങ്ങനെ ഒരുപാടൊന്നും പൊരിയണ്ട, ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ചിക്കൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. ഇതിന് ഈ ഓയിൽ, അതായത് നമ്മൾ പൊരിച്ച് വെച്ച ഓയിൽ പകുതിയോളം നമുക്ക് മാറ്റി വെക്കണം. ഇത്രയും കൂടുതൽ നമുക്ക് കറിക്ക് ആവശ്യമില്ല. ഇത്രയും മതി, ഒരു 1/2 കപ്പ് ഓയിൽ, ആ ഒരു കണക്കിന് മതി. എന്നിട്ട് ആ ഓയിലിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച എല്ലാ പച്ചക്കറികളും, ഉള്ളിയും ക്യാപ്സിക്കവും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടുക. കൂടുതൽ അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി വാട്ടിയാൽ മതി. കൂടുതൽ വാട്ടി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരച്ചത് ഞാൻ ബാക്കി വെച്ചിരുന്നു. ചിക്കനിൽ പുരട്ടിയ ബാക്കി അരച്ച പച്ചമുളക്, അതും കൂടെ ഇതിൽ ചേർക്കണം. കറിയിൽ നമുക്ക് കുറച്ച് എരിവ് കിട്ടണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കറിയിലേക്കും കൂടി കുറച്ച് പച്ചമുളക് അരച്ചത് ചേർക്കാം. ചിക്കനിൽ മാത്രമേ നമ്മൾ പുരട്ടിയിട്ടുള്ളൂ. അപ്പോൾ കറിയിലേക്ക് കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയാണ് പച്ചമുളക് അരച്ചത് ചേർക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വാട്ടി അതിലേക്ക് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം. കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഇത്തിരി കളർ ചേർത്തിരുന്നു, പെർമിറ്റഡ് കളറ്.
അതുകൊണ്ടാണ് നല്ല റെഡ് കളറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നല്ല റെഡ് കളർ വേണം ഈ കറിക്ക്. അപ്പോൾ നമുക്ക് കാണാൻ തന്നെ ഒരു രുചിയായിരിക്കും. ഇത് നന്നായിട്ട് ഇളക്കുക. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഞാൻ സ്വന്തം പരീക്ഷിച്ചിട്ടുണ്ടാക്കിയ ഒരു കറിയാണിത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഈ തൈര് ചേർക്കണം. പുളിയില്ലാത്ത തൈരാണ്. തക്കാളിയുടെ പുളിയുണ്ട്, പിന്നെ തൈരിനും കൂടി ഒരുപാട് പുളി വേണ്ട. അപ്പോൾ പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം. അതും നല്ല കട്ടിയായിട്ടുള്ള തൈര് വേണം. നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് ഇളക്കി ചേർത്ത് തൈരും തക്കാളി പേസ്റ്റും എല്ലാം കൂടെ നന്നായി ചേർന്ന് നല്ല വെണ്ണ പോലെയായി വരും. ഇത് തൈരിൻ്റെ കട്ടയെല്ലാം നല്ലോണം അലിഞ്ഞ് ചേരണം. അതിനുവേണ്ടി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൽ മറ്റ് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ടൊന്നുകൂടെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. മൂടി വെച്ച് നമുക്ക് തീ കുറച്ച് വെക്കണം. എന്നിട്ട് എണ്ണ തെളിയുന്നത് വരെ വെക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് എണ്ണ തെളിഞ്ഞ് വരും. കണ്ടില്ലേ, മുകളിൽ എണ്ണ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ചേർക്കണം. ചിക്കനും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് സെറ്റാവാൻ വെക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല റെഡ് കളറിലൊരു ചിക്കൻ കറിയാണിത്. ഇതിപ്പോൾ ഞാനുണ്ടാക്കിയ ടൊമാറ്റോ പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളറൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിൽ ഇതിനേക്കാളും നല്ല ഡീപ്പ് റെഡായിരിക്കും. നല്ല റെഡ് കളറായിട്ടുള്ള ചിക്കൻ കറിയായിട്ട് കിട്ടും. ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്കൊന്നുകൂടി മൂടി വെച്ച് 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെക്കാം. നമ്മുടെ ടൊമാറ്റോ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. എണ്ണയെല്ലാം മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കണം. ആയിക്കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യണം. ഇത് നമ്മൾ നല്ലൊരു വൈറ്റ് പാത്രത്തിൽ, നല്ല വൈറ്റ് പ്ലേറ്റിൽ വേണം ഇത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പാത്രം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇത് സെർവ് ചെയ്യണം. എന്നാലാണ് ഇത് നല്ല റെഡ് കളർ ചിക്കൻ നമ്മുടെ നല്ലൊരു വൈറ്റ് പാത്രത്തിൽ നമ്മൾ വിളമ്പിയാൽ അത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇതിന് മുകളിൽ മല്ലിയിലയും കൂടി വിതറിയാൽ റെഡും ഗ്രീനും വൈറ്റും എല്ലാം കൂടെ നല്ലൊരു കളർഫുള്ളായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. നന്നായിട്ട് ഉണ്ടാക്കുക, നന്നായിട്ട് സെർവ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു.